ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര പാടുപെട്ടായാലും അവളെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. നവീൻ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോമേ. ഇനി എന്ത് പറഞ്ഞാ നമുക്ക് നീട്ടിവെക്കാൻ പറ്റുക? സുമിത്രയോട് തന്നെ പറയണം. ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നീട്ടിവെക്കാൻ ഇനി അവൾക്കേ പറ്റൂ. സുമിത്ര പറഞ്ഞ നവീൻ അത് കേൾക്കും. ആ, അത് ശരിയാ, കേൾക്കും. എങ്കി ഇപ്പൊ തന്നെ സുമിത്രയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം. നമുക്ക് ഒന്നിച്ചു പറയാമേ. ഇന്ന് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ പൊന്നു സാറ്, ഇക്കാലത്ത് ജീവിച്ചിട്ട് പഴയ കാലത്തെ പോലെ ആരെങ്കിലും കല്യാണം നടത്തൂ? സാറിന് ഒരു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയാൽ എന്താ? എനിക്ക് വയ്യടോ ഈ പിള്ളേരെ പോലെ ആടാനും പാടാനും ഒക്കെ. എന്തോന്നാ സാറേ ഇത്? സാറിന് താല്പര്യം ഇല്ലേലും ഗാഥമാർത്തിന് താല്പര്യം ഉണ്ടാവില്ലേ? സാറേ, എന്റെ അമ്മേ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ലേലും സാറിന് അത്രയ്ക്ക് വയസ്സായോ? എങ്ങനല്ലേ സാർ ഇപ്പോഴും കോളേജ് പിള്ളേരെ പോലെ അല്ലേ ഇരിക്കുന്നേ? മോനെ, എനിക്ക് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? അമ്മേ, എന്റെ പൊന്നു സാറേ, ദേ സാർ ഇത് നോക്കിയേ, കണ്ട ഇതൊക്കെ ഈ സിറ്റിയിലെ ലീഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് നടത്തിയിട്ടുള്ള പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടാ. സൂപ്പർ അല്ലേ? ദേ സാറിന് ഇഷ്ടമാണെങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്നേ. എന്റെ അമ്മേ, ഇതൊന്ന് നോക്കിയേ, ഇത് കണ്ടില്ലേ? കൊള്ളാല്ലേ? ഇത് കൊള്ളാലോ. എല്ലാം നന്നായിട്ടുണ്ട് അല്ലേ നവീനെ? അപ്പൊ പിന്നെ അനുമതി കിട്ടിയല്ലോ, പിന്നെന്താ പ്രശ്നം? അതെ, നമുക്ക് നാളെ തന്നെ ഇത് നടത്തിക്കളയാം. അല്ലെങ്കിൽ സാറിന്റെ കാര്യം ഉഴപ്പി മാറിക്കളയുന്നേ. മാണിക്കുഞ്ഞ് ഇത്രയും കാര്യമായിട്ട് പറയുന്നതല്ലേ മോനെ? അപ്പൊ ഇതങ്ങ് ഫിക്സ് ചെയ്യാം. അമ്മ തീരുമാനിച്ചോ? അമ്മ പറയുന്നത് ഞാൻ കേൾക്കാം. അതടവ് എല്ലാം ചെയ്യണമെന്ന് സാറ് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ നിർബന്ധിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കണം അല്ലേ? ആ സീനിയർ സിറ്റിസൺസ് വന്നല്ലോ. എന്നാ പിന്നെ ഇനിയിപ്പോ ഇവരുടെ കൂടി അഭിപ്രായം ചോദിച്ചേക്കാം. എന്താ സുമിത്ര? അല്ല നന്ദേട്ടാ, ഇപ്പൊ വിവാഹത്തിന് മുൻപൊരു ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ? അതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ തന്നെ അത് നടത്താന്നാ ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നവീനെ? മുത്തശ്ശി, അതെ, ഞാൻ ഒരുവിധം സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതാ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരുമായിട്ട് അത് മാറ്റിക്കളയരുത്. സാറേ, ഞാൻ അവരെ വിളിച്ച് പറയാൻ പോണേ. അപ്പോ ഇത് ഫിക്സ് ചെയ്യില്ല അച്ഛാ? അമ്മേ, ഒന്ന് വന്നേ. എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനുണ്ട്. ഇപ്പൊ വരാം നന്ദേട്ടാ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റിയില്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാമ്മേ സുമിത്ര അതിന് സമ്മതിക്കും തോന്നുന്നില്ല. അവന്റെ വിവാഹം ഒന്നും മുടങ്ങണേന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട അവസ്ഥയായി നമ്മുടേത്.